ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്നറിയുമോ? ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു പിക്നിക്കിന് പോവുകയാണ്. അതായത് ബോംബെയിലെ ഏറ്റവും വലിയല്ല, ഏറ്റവും പ്രശസ്തിയായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ അലിബാഗ് എന്ന് പറയുന്ന ഒരു ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അലിബാഗിലെ ബീച്ച് സൈഡിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ്. ഞങ്ങളുടെ കുറച്ച് ലേഡീസ് ഗ്രൂപ്പാണ് ഇന്ന് ഞങ്ങൾ പിക്നിക്കിന് പോകുന്നത്. നമ്മുടെ വൺ ഡേ പിക്നിക് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. നമ്മൾ പോകുന്നത് മുംബൈയിലേക്കാണ്. മുംബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചുണ്ട്, അലിബാഗ് എന്നാണ് അതിൻ്റെ പേര്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ 10 ലേഡീസ് ഉണ്ട്. 10 ലേഡീസ് കൂടിയിട്ട് ഒരു ബസ് ബുക്ക് ചെയ്തിട്ട് ബസ്സിലാണ്, അതായത് മിനി ബസ്സിലാണ് നമ്മൾ മുംബൈയിലേക്ക് പോകുന്നത്. ബസ്സിൽ ഇതേ നോക്കൂ, ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞു. ഡാൻസും പാട്ടും പിന്നെ ഒന്ന് വേണ്ട, അടിച്ചു പൊളിച്ചുള്ളൊരു യാത്രയായിരുന്നു. ഈ യാത്രയിൽ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും പിക്നിക്ക് പോകുന്നത് ഇതേ കണക്ക് ബസ്സിലാണ്. അപ്പോൾ ബസ്സിൽ ഡാൻസും പാട്ടും ഫ്രണ്ട്സുമായിട്ടുള്ള അടിച്ചുപൊളിയും ഒക്കെ ആയിരുന്നു. ആ ഒരു കാലഘട്ടമായിരുന്നു ഓർമ്മ വന്നത്. എന്തായാലും ആ ഒരു കാലഘട്ടം ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ യാത്ര. അടിച്ചു പൊളിച്ചു. ഡാൻസാണ്, നല്ല അടിപൊളി പാട്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള, ബാക്കി എല്ലാവരും മഹാരാഷ്ട്രൻസ് ആണ്. അപ്പോൾ അവർ മറാഠി പാട്ടും ഹിന്ദി പാട്ടും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലയാളം പാട്ടും തമിഴ് പാട്ടും ഒക്കെ ഇട്ട് തന്നു. അങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ചു പോവാണ്. നമ്മൾ നേരം വെളുക്കുന്നതിന് മുന്നേ ഇറങ്ങി. നമ്മൾ 5:30 മണിയായപ്പോൾ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു. ഇപ്പോൾ അതേ നേരം ചെറുതായിട്ട് വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം പോകുന്നത് ബീച്ചിലേക്കല്ല, നമ്മൾ 1-2 അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. അമ്പലങ്ങളിൽ പോയിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ വണ്ടിക്കകത്തുള്ള ഡാൻസാണ്. വണ്ടിക്കകത്ത് കയറിയപ്പോൾ തുടങ്ങിയ ഡാൻസാണ്. ഡാൻസും ഉണ്ടായിരുന്നു, പാട്ടും ഉണ്ടായിരുന്നു. അത് നമ്മൾ തിരിച്ച് വരുന്നത് വരെ നമ്മൾ ഡാൻസും പാട്ടുമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയത്. ഇതൊരു മഹാദേവൻ്റെ അമ്പലമാണ്, ശിവഭഗവാന്റെ അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിൽ കയറാനായിട്ട് ഒരു 700 സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഒരു മലയുടെ മുകളിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ അവിടെ 700 സ്റ്റെപ്പ് കയറി വേണം ഈ അമ്പലത്തിലേക്ക് പോകാൻ. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിലൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവർ ഇത്രയും ദൂരമൊന്നും നടക്കത്തില്ല. ഇത് നമ്മളെല്ലാവരും കൂടെ പറയുമായിരുന്നു, ഇതൊരു ട്രക്കിംഗ് ആയെന്ന് പറയുമായിരുന്നു. അത് കണക്ക് എല്ലാവരും കൂടെ കൂടി ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചാണ് നമ്മൾ പോയത്. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അലിബാഗിൽ നിന്ന് ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോവുക, ഒരു മലയുടെ മുകളിലുള്ള ഒരു അമ്പലം. അമ്പലത്തിലേക്ക് നടന്നു പോവുക. എല്ലാവരും ഉണ്ട്, എല്ലാവരും പുറകെ വരുന്നത്. ഞങ്ങൾ ലേഡീസ് മാത്രമേ വന്നിട്ടുള്ളൂ. എല്ലാവരും ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. ഒരുപാട് സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറി ഒരു മലയുടെ മുകളിലുള്ള ഒരു അമ്പലമാണ്. അവിടേക്ക് പോകാൻ നല്ല തണുപ്പുണ്ട്. സ്വെറ്ററും ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ എല്ലാവരും സ്വെറ്ററെല്ലാം വണ്ടിയിൽ ഊരി വെച്ചു. അപ്പോൾ ഈ മലയുടെ മുകളിലാണ് ഈ അമ്പലം എന്ന് പറഞ്ഞല്ലോ. ആ അമ്പലത്തിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഇത് കണക്ക് കഴുതയുടെ മേത്ത് വെച്ചോണ്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ശബരിമലയിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ കഴുതകളുടെ 2 സൈഡിലും ഇങ്ങനെ വെച്ചിട്ടല്ലേ കൊണ്ടുപോകുന്നത്. അതേ കണക്കാണ് ഇവിടെയും മുകളിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. സ്റ്റെപ്പ് കയറി തുടങ്ങി പകുതി വരെയൊക്കെ എത്തിയപ്പോഴത്തേന് എല്ലാവരും ക്ഷീണിച്ചു. പിന്നെ നമ്മളെല്ലാം പെണ്ണുങ്ങളല്ലേ, അപ്പം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴിയിലെല്ലാം ഇരുന്നാണ് പോയത്. നല്ല തണുപ്പുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല തണുപ്പായിരുന്നു. പക്ഷേ കയറി തുടങ്ങിയപ്പോഴത്തേനൊക്കെ നല്ല ചൂടായി കഴിഞ്ഞു. ഇവിടെ എല്ലാം ഈ കഴുതകളാണ്. നോക്കി എത്ര ഭംഗിയാണ്. നമ്മളിപ്പോൾ പകുതി ദൂരം എത്തിയപ്പോഴേ കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. താഴോട്ട് വേണ്ട ധനുഷ് വന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ധനുഷ് വന്നിരുന്ന് നോക്കുമായിരുന്നു എവിടെ ആണെന്നൊക്കെ ഉള്ളത്. നീ വന്നിരുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉപ്പാട് വന്നേനെ. കാരണം ഇത്രയും സ്റ്റെപ്പൊന്നും നിന്നെ കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഫോട്ടോ സെഷനാണ്. നോക്ക് അതിന് മേളിൽ നിന്നിട്ട് നോക്കാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ ഇങ്ങനെ കാണാനായിട്ട്. കണ്ടാ, നമ്മുടെ വീടതാണല്ലോ. ഇത് മുംബൈയാ, നമ്മുടെ ലൊണാലല്ല.
പകുതി കയറിയപ്പോഴേ തളർന്നു. എനിക്ക് തോന്നുന്നുണ്ട് കയറിയപ്പോൾ അധികം കുഴപ്പമില്ലായിരുന്നു. തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് കാലെല്ലാം ഇങ്ങനെ ഒരു എന്താ മസിലൊക്കെ പിടിച്ചായിരുന്നു എല്ലാവരുടെയും. ഞങ്ങൾക്ക് അങ്ങനെ അധികം വലിയ ശീലങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ യോഗയ്ക്ക് പോകുമായിരുന്നല്ലോ. അപ്പോൾ യോഗ ടീച്ചർ എന്നും പറയായിരുന്നു നമുക്ക് ട്രെക്കിങ്ങിന് പോകണം. നമ്മൾ താമസിക്കുന്ന ലോണാവാല സൈഡിൽ നല്ല ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, ട്രെക്കിങ്ങിന് പോകണമെന്ന്. നമ്മൾ പറയും നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രെക്കിങ്ങിനൊന്നും പോകില്ലായിരുന്നു. പക്ഷേ ഇതൊരു ട്രെക്കിംഗ് ആയി രാവിലെ തന്നെ. വെയിലില്ലാഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കയറാൻ പറ്റത്തില്ല. അതായത് മരങ്ങളോ ഒന്നുമില്ല, തണലധികം എങ്ങുമില്ല. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് മരങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം മരങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കയറ്റം കയറാൻ പറ്റത്തില്ല. ഇപ്പം രാവിലെ ആയതുകൊണ്ട് അധികം വെയിലില്ല. അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് അമ്പലം. ഇത് അമ്പലത്തിലെ കുളം. ഇവിടെ അധികം അമ്പലങ്ങളിലൊന്നും കുളം കാണാറില്ല. ഇത് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ തന്നെ ഒരു കുളം കാണുന്നത്. ഇതാ അമ്പലത്തിൻ്റെ അവിടെ എത്തിയത്. ചെറിയ അമ്പലമല്ല, ഇത്തിരി വലുപ്പമുള്ള ഒരു അമ്പലമാണ്. അത് സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗമാണ് അവിടെ ഉള്ളത്. അതായത് ശിവലിംഗം തന്നെ വളർന്നു വരുന്ന ശിവലിംഗം അങ്ങനെ പറയുന്നത്. നോക്കി അവിടെ ഒരു മങ്കി ഇരുന്നിട്ട് ആ ഫ്ലാഗിനെ ഉലുക്കി താഴെ ഇടാൻ തുടങ്ങുമായിരുന്നു. നോക്ക് മങ്കി കയറിയിരിക്കുന്ന അവിടെ നിറച്ച് മങ്കികളായിരുന്നു, ഒരുപാട് മങ്കികളുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ വന്നവരെ ഉണ്ടല്ലോ പ്രസാദം മീൻസ് പൂജ ചെയ്യാനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നേ. അപ്പോൾ അവർ ആ മങ്കികളുണ്ടല്ലോ ഓടി വന്നിട്ട് ആ നമ്മുടെ കയ്യിലിരിക്കുന്ന അതിനെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുമായിരുന്നു. അവർക്ക് കഴിക്കാനുള്ള എന്തോ സംഗതിയാണെന്ന് വിചാരിച്ചിട്ട് ഇതാ അമ്പലത്തിലേക്ക് കയറി പോകുന്നത്. അമ്പലത്തിനകം നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത്, അതായത് മെയിൻ പ്രതിഷ്ഠയുടെ അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തൊഴുതിട്ടൊക്കെ വെളിയിലിറങ്ങിയിട്ട് ആ ഒരു സ്ഥലമൊക്കെ ഷൂട്ട് ചെയ്താൽ നമുക്ക് അവിടെ ഒരു പട്ടി നിൽക്കുന്നതൊക്കെയാണ്. ഇവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയാണ്. ഇതാണ് മെയിനായിട്ടുള്ള അവിടുത്തെ പ്രതിഷ്ഠ. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ വെളിയിലിറങ്ങിയിട്ട് അവിടെ വേറൊരു അമ്പലമുണ്ട്. അത് ഗണപതി ഭഗവാന്റെയൊക്കെ അമ്പലമാണ്. അവിടെയും പോയിട്ട് ഞങ്ങൾ അവിടുന്ന് വടാപ്പാവ് കഴിച്ചു. വടാപ്പാവൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞങ്ങൾ നാരങ്ങവെള്ളം കുടിച്ച്. ആ നാരങ്ങവെള്ളം കുടിച്ചപ്പോൾ ഉണ്ടല്ലോ, ആ നാരങ്ങ എന്ത് കളറായിരുന്നു? സാധാരണഗതിയിൽ നമ്മൾ നാരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകം ചുമന്ന കളറായിരിക്കുമോ? അല്ലല്ലോ. നമ്മൾ ഇവിടെ നിന്ന് അവരൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അവിടെ ഒരു മൗസി ഇരിപ്പുണ്ടായിരുന്നേ. ആ മൗസിയോടൊപ്പം ഞങ്ങൾ പറഞ്ഞ് ഒരു നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു നാരങ്ങ എടുത്ത് കട്ട് ചെയ്തപ്പോൾ അതിനകം ചുമന്നിരിക്കുന്നു. ഓറഞ്ചിൻ്റെ ഒക്കെ കളറില്ലേ? ചുമന്ന മീൻസ് ഓറഞ്ചിൻ്റെ കളറിൽ, പക്ഷെ അത് നാരങ്ങയായിരുന്നു. പക്ഷെ ആ നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനകത്ത് സോഡയൊക്കെ ഒഴിച്ചിട്ട്. അല്ലല്ല, അവരെന്താ പറയുന്നതെന്നറിയോ? അവിടെ നാരങ്ങയുടെ അത്രയും വളരെ ചെറുതായിരുന്നു. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്തിരി വലിപ്പമുള്ളതല്ലേ, നാരങ്ങയുടെ അത്രയുള്ള സൈസ്. അപ്പോൾ അവർ പറയുക ഞങ്ങളുടെ ഗാവിലുള്ള നാരങ്ങ. നോക്ക്, ഡോങ്കികൾ ഇങ്ങനെ രണ്ട് സൈഡിനും ഇതിട്ടിട്ട് പോകുന്ന, കല്ലിട്ടിട്ട് പോകുന്ന, ആ മലയുടെ മുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതൊക്കെ ഈ ഡോങ്കിയുടെ ഇങ്ങനെ മെത്തിട്ടുണ്ടാവും. കണ്ടാ കഷ്ടം, എത്ര പാവം അല്ലേ? പാവല്ല, അതിന്റെ യൂസ് അതാ, ഡോങ്കീസിന്റെ. ഇതിൻ്റെ മുകളിൽ കല്ല് വെച്ചോണ്ട് കഴുത കഷ്ടം അടിച്ചതിനെ കൊണ്ടുപോകുന്നു. ഞങ്ങൾ ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇടയ്ക്കിട്ട് നാരങ്ങവെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങണം. ഭയങ്കര വെയിലായി. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങിയപ്പോഴത്തേന് നല്ല വെയിലായപ്പോഴത്തേന് ഇറങ്ങുമല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കയറി പോകുന്നവരുടെ കാര്യമായിരുന്നു പാട്, ഭയങ്കര വെയിലായില്ലേ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വേറൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്. വേറൊരു അമ്പലത്തിലേക്ക് പോയപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണിത്. ഈ വഴി കണ്ടിട്ട് എനിക്ക് ഫീലായത് നമ്മളെ നാട്ടിൽ, അതായത് കേരളത്തിലെ ഒരു വഴിയിലൂടെ പോകുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. നോക്കടാ, പാടങ്ങളും
പിന്നെ വാഴ, പ്ലാവ്, പിന്നെ തെങ്ങ്. വാഴയുണ്ട്, എൻ്റെ ഇടയ്ക്കെല്ലാം വാഴയുണ്ട്. ഒരുപാട് എന്തായിരുന്നെന്നറിയോ, തെങ്ങും നമ്മുടെ കമുകുണ്ടല്ലോ, കമുകുമായിരുന്നു രണ്ട് സൈഡിൽ നിന്നത്. ഇതിപ്പോ തെങ്ങും കമുകും കാണുന്നില്ല. ദേ നോക്ക്, തെങ്ങും കമുകും കാണുന്നത്. ഈ വഴി കണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള വഴിയുടെ അതേ ഒരു ഫീല് തോന്നില്ലേ? നമ്മൾ ബോംബെയിലാണ് എന്ന് തോന്നുകയില്ല. ബോംബെയിൽ ഒരു വഴി കൂടെ ആണ് പോകുന്നതെന്ന് തോന്നുകയില്ല. എനിക്ക് അങ്ങനെ ഫീൽ ആകുമായിരുന്നു. ഞാനപ്പോൾ അവരോട് ചോദിക്കുമായിരുന്നു, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കൂടെ നാട്ടിലേക്ക് അങ്ങ് വന്നോ? അപ്പം നാട്ടിലെ ഏതോ ഒരു വഴിയിലൂടെ പോകുന്ന ഒരു ഫീലിങ്സാ. നോക്കടാ, അല്ലേ? തെങ്ങ്, കമുങ്ങ്, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു അമ്പലത്തിൽ വീടും അങ്ങനത്തെ. ഇതിപ്പോൾ നമ്മളൊരു അമ്പലത്തിലെത്തി. ഇതൊരു ദേവീക്ഷേത്ര. ഇവിടെ ഇവിടുത്തെ പ്രസാദമാണ് ഞാൻ കൊണ്ടുവന്നത്. ഇന്നലെ നമ്മൾ കഴിച്ചില്ലേ, അത് ഈ അമ്പലത്തിലെ പ്രസാദമായിരുന്നു. അങ്ങനെ നമ്മൾ ആ ദേവീക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇത് മൊത്തം ഇതിനെന്താ കണ്ടൽക്കാടുകളെന്ന് പറയും. അതായത് ഇവിടെ ഇങ്ങനെ സമുദ്രത്തിലെ വെള്ളം അടിച്ചു കയറുന്ന രത്നഗിരി. നമ്മൾ ആ ട്രെയിനിലൂടെ പോകുമ്പോഴത്തേന് കാണുന്ന സ്ഥലമാണ്. രത്നഗിരിക്ക് അടുത്താ ഈ സ്ഥലത്തിനടുത്താ രത്നഗിരി. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് അങ്ങനെ തോന്നുന്നത്. ട്രെയിനിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് ഒരുപാടല്ലേ. രത്നഗിരി കണ്ട ഇത് കണക്കുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് അല്ലേ ട്രെയിനിൽ പോകുമ്പോൾ. ഇത് മിനി ബസ്സിലാ പോയെ. ധനുഷ് ബസ് ഒന്നും കണ്ടില്ല. ഞാൻ പോയപ്പോഴും ധനുഷ് ഉറങ്ങുമായിരുന്നു, ഞാൻ തിരിച്ചു വന്നപ്പോഴും ധനുഷ് ഉറങ്ങുമായിരുന്നു. ഞാൻ രാവിലെ 5 മണി ആയപ്പോഴത്തേനൊക്കെ താഴെ പോയി. അതായത് സൊസൈറ്റിയിൽ അവിടെ ഞങ്ങളെല്ലാ ലേഡീസും കൂടെ ഒത്തുകൂടിയായിരുന്നു. അവിടെ പോയപ്പോഴും ധനുഷ് ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ 12 മണി കഴിഞ്ഞു, അപ്പോഴും ധനുഷ് ഉറങ്ങുമായിരുന്നു. ഇത് ഫിഷിംഗ് ചെയ്യുന്ന ബോട്ടുകളാണ്. ഇതിപ്പോൾ നമ്മൾ സീ സൈഡിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ സീ സൈഡിൽ ഫിഷിംഗ് ചെയ്യുന്ന സ്ഥലം. ഇത് നമ്മൾ അവിടെ നിന്ന് കഴിച്ച ഭക്ഷണം. ഇത് നമ്മൾ എന്തിനാ കഴിച്ചതെന്ന് സുറുമ താലി. സുറുമ എന്ന് പറയുന്ന ഒരു മീനിൻ്റെ താലി കഴിച്ചതാ. പിന്നെ ഈ റൊട്ടി കണ്ടോ, ഇത് പാപ്ലേറ്റ് താലിയും സുറുമ താലിയാണ് ഞങ്ങൾ കഴിച്ച ഭക്ഷണം. പാപ്ലേറ്റ് ഫുൾ മീനായിട്ട് ഫ്രൈ ചെയ്തത്. പിന്നെ ഈ ഇതിങ്ങനെ ഉണ്ടല്ലോ, കറി എന്തിൻ്റെയാണെന്നറിയാമോ? നമ്മുടെ പ്രോൺസിന്റെ കറിയായിരുന്നു. നല്ലതായിരുന്നു. ഞാൻ നല്ലതുപോലെ കഴിച്ചു. നല്ല പിടയ്ക്കുന്ന മീനായിരുന്നു. നമ്മുടെ മുന്നിൽ ആ മീൻ കൊണ്ടുവന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു. ഇതാണ് കോള. ഇവിടുന്നാ നമ്മൾ കോള കഴിച്ചത്. കോള എന്ന് പറയുന്നത് നമ്മൾ ഐസ് കട്ടയിൽ ഇങ്ങനെ ഓരോരോ സിറപ്പ് ഒഴിച്ചിട്ട് നമുക്ക് തരും. അതാ കോള. അതേ നോക്ക് ഇപ്പൊ ഐസിനെ പൊടിക്കും. ഇത് ഐസ് ഇങ്ങനെ പൗഡർ ആക്കുന്ന ഒരു മെഷീനായത്. ഇതിനകത്തോട്ട് ഇപ്പം ഐസ് വയ്ക്കുന്നതേ നോക്കുക. അതിങ്ങനെ കറക്കുമ്പോഴത്തേനും ഇങ്ങനെ ഐസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വരുന്നത് കണക്ക് വരും. ഇനി അത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കും. അയാളത് ആ ഐസ് ഗ്രേറ്റ് ചെയ്യുന്നത് കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് ഇനി ഇതിനെ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ട് അതിനകത്തൊരു ദേ നോക്ക് കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തു. കൈ വെച്ചിട്ട് ആ ഷേപ്പ് ചെയ്തു. ദേ നോക്ക് കൈ വെച്ച് ഷേപ്പ് ചെയ്തു. അതിന്റെ നടുക്ക് ഒരു കമ്പ് എന്നിട്ട് ഇതിനി ഒരു ഗ്ലാസ്സിൽ വെക്കും. ഇനി അങ്ങനെ ഗ്ലാസ് എടുത്തു. ഇനി അത് ഗ്ലാസ്സിൽ വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഇനി സിറപ്പ് ഒഴിക്കും. അങ്ങനെ കോള ഉണ്ടാക്കുന്നത്. ഞാൻ കഴിച്ചത് മിക്സ് കോളയും എൻ്റെ മേലത്തെ ആൻറ്റി കഴിച്ചത് കാലാക്കട്ടയായിരുന്നു. പക്ഷേ കാലാക്കട്ടയാ നല്ലേന്ന് തോന്നുന്നല്ലേ. പണ്ട് നമ്മുടെ സെന്റ് ജോസഫിന്റെ ഫെയർവെല്ലാം നമുക്ക് തന്നെ അപ്പോഴേ കാലാക്കട്ടയായിരുന്നു നിങ്ങൾ കഴിച്ചതല്ലേ. ഞാനും കാലാക്കട്ടയായിരുന്നു കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഇതാണ്ട് ഐസിന്റെ വലിയൊരു ഇത് കണ്ടോ, വലിയൊരു ഐസ് കട്ടയാ. ഇതിങ്ങനെ വെച്ചിട്ട് അതൊരു മെഷീനാ. മേളിൽ അത് വെച്ചിട്ട് അങ്ങ് ഇങ്ങനെ ഉറപ്പിച്ച് വെക്കും. എന്നിട്ട് അതിനെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കും. ഐസ് കട്ട ഗ്രേറ്റ് ചെയ്ത് അയാളിങ്ങനെ കയ്യിലെടുത്ത് അതിനെ ഇങ്ങനെ ഉരുണ്ടയാക്കിയിട്ട് ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ട്. അല്ല അതൊരു അങ്കിളുണ്ട്. അപ്പുറത്തൊരു ആൻറ്റി നിൽപ്പുണ്ട്. എന്നിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ്സിനകത്ത് വെച്ചിട്ട് ചാറ്റ് മസാല ഇടും. പിന്നെ ഡിഫറെന്റ് ടൈപ്പിലുള്ള സിറപ്പ് ഒഴിക്കും. അങ്ങനെയാ അത് ഉണ്ടാക്കുന്നത്. കണ്ടോ എന്തൊക്കെയോ സിറപ്പാ ഒഴിക്കുന്നത്. മാംഗോ സിറപ്പ് അങ്ങനെയൊക്കെ ഫ്രൂട്ട്സിന്റെ സിറപ്പ് എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അങ്ങനൊന്നും ആയിരിക്കും. നമ്മുടെ നാട്ടിലും ഉണ്ടോ എന്തോ. ഇത് നമ്മുടെ നാട്ടിലധികം കണ്ടിട്ടില്ല. അതൊക്കെ എന്താ കെമിക്കൽസ് ആയി. അല്ല, വെള്ളത്തിൻ്റെയാ. ചില സ്ഥലത്ത് വെള്ളം നല്ലതായിരിക്കത്തില്ല. അപ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ഇത് അധികം കഴിക്കാറില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് കഴിച്ചത്. ഇത് നോക്കാം, മേളത്തെ ആൻറ്റി കഴിക്കുന്നത്, ആൻറ്റി കഴിച്ചു കാണിക്കുന്നത്.
മേലത്തെ തൃപ്തി ആൻറ്റി. ഇത് ഞങ്ങൾക്കുണ്ടാക്കുക. ഞാനും കോമള ആൻറ്റിയും മിക്സാണ് എടുത്തത്. മിക്സ് എന്ന് വെച്ചാൽ പല ടൈപ്പിലുള്ള സിറപ്പ് ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് ഞങ്ങൾ കടലിലേക്ക് പോയി. അതുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് പോയി കടലിൻ്റെ അവിടെ ചെന്നിരുന്നത് കഴിച്ചു. നോക്ക് കടലിൻ്റെ അകത്തിറങ്ങിപ്പോയി. ഈ ആൻറ്റിമാരെല്ലാം കുളിച്ചു കടലിൻ്റെ അകത്ത്. ഞാൻ കുളിച്ചില്ല. എൻ്റെ കയ്യിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് ഉപ്പിൻ്റെ വെള്ളം അല്ലയോ, എൻ്റെ കയ്യിൽ അത് കുറച്ച് എന്തെങ്കിലും ഇനി പഴുക്കോ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പേടിയുണ്ട്, ചെയ്തില്ല. ഇതിപ്പോൾ ഫോട്ടോ സെഷനാണ്. അതേ കണ്ടാ സൺഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നാണ്ടാ. അടിപൊളി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി. നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള കടലല്ല നമ്മുടെ നാട്ടിൽ. അങ്ങ് ഇറങ്ങി അവിടെ ചെന്നപ്പോഴല്ലോ എൻ്റെ സൺഗ്ലാസ് അങ്ങ് താഴെ വീണുപോയി. അപ്പോഴത്തേന് തിര വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ തപ്പി എടുത്തു. അപ്പോൾ ആ കോമലാൻറ്റി എടുത്തപ്പോണ്ടായിരുന്നു. കോമലാൻറ്റി തപ്പാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് എന്നെ കിട്ടി. പെട്ടെന്ന് തന്നെ തപ്പി ഞാൻ എടുത്തു. ഇത് ഫോട്ടോ സെഷൻ നടക്കുന്നതാണ് ഇവിടെ. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഓരോരോ ഇങ്ങനെ വണ്ടിയുടെ കണക്കുള്ള ഉണ്ട്. ആൻറ്റിമാരെല്ലാം അതിനകത്ത് വെള്ളത്തിൽ കുളിക്കുക. നമുക്ക് അപ്പോൾ സ്പീഡ് ബോട്ടിലൊക്കെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണമല്ലോ. സ്പീഡ് ബോട്ട് ഉണ്ട്. പിന്നെ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന അത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ചെറിയ കൊച്ചുങ്ങൾക്ക് ചെറിയ ജീപ്പ് കണക്കുള്ളത്, പിന്നെ സൈക്കിൾ, ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത സൈക്കിള്. ക്ലീൻ ബീച്ചല്ല നമ്മളെ നാട്ടിലേക്ക്. അതാ ഞാൻ നേരത്തെ പറയാൻ വന്നത്. നമ്മുടെ നാട്ടിലേക്ക് വെള്ളം എന്ന് പറയുന്നത് ബ്ലൂ കളറായിരിക്കും ബീച്ചിലെ. ഇത് നോക്ക്, ചെളി മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറുത്ത കളറ്. നല്ല ഉപ്പുവെള്ളമാണ്. അങ്ങനെ പോയി അങ്ങ് ഒത്തിരി കടലിനകത്തിറങ്ങിപ്പോയി. ആർക്കും ഒരു പേടിയില്ല. എന്നാൽ എനിക്ക് കുറച്ച് അങ്ങോട്ട് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. ഇത് നോക്കുക ആക്ടിവിറ്റീസ്. ഇത് സൈക്കിള്. അങ്ങനെ എനിക്ക് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഭയങ്കര പേടിയായിരുന്നു. അന്നേരം ആൻറ്റി പറയാം വാ 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 എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചോണ്ട് പോയങ്ങ് കുറേ അങ്ങ് ഉള്ളിലോട്ട് പോയി കടലിൻ്റെ അങ്ങ്. നമ്മളങ്ങനെ അധികം പോകത്തില്ലല്ലോ, അതുകൊണ്ട് എനിക്കങ്ങ് പേടിയായി. പക്ഷേ അവർക്കൊന്നും ഒരു പേടിയില്ല. അവരൊക്കെ പറയുമായിരുന്നു വാ മുന്നിലോട്ട് പാ എന്തിനാ പേടിക്കുന്നത്, ഞങ്ങളെല്ലാവരും ഇല്ലയോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് മുന്നിലോട്ട് പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നു. ഇതേ നോക്കി, ഇത് ഒരു തരം വണ്ടിയാണ്. ഇത് ഒരു തരത്തിൽ എന്താ വലിയതായിട്ടുള്ള അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പോയി. സൈക്കിള് നോക്ക്, സൈക്കിളുണ്ട്. 3-4 പേര് കൂടിയിട്ട് പോകുന്ന 3 പേരുടെ സൈക്കിളാന്ന് തോന്നുന്നുണ്ട്. സൈക്കിള് ഞങ്ങളങ്ങനെ പിന്നെ നമുക്ക് പോയിട്ട് ബൈക്കൊക്കെ ഓട്ടിക്കാം. എന്ത് നമ്മൾ ആരും ഇരുന്നില്ല, ആന്റിമാരൊന്നും ഇരുന്നില്ല. പിന്നെ ഞാൻ മാത്രമായിട്ട് എങ്ങനെ ഇരിക്കുന്നത്, എനിക്കതൊന്നും സൈക്കിൾ അവർ പറയുമായിരുന്നു ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ കോമലാൻറ്റി പറയുമായിരുന്നു അതിനൊട്ടും ബാലൻസ് കിട്ടത്തില്ലെന്ന്. സൈക്കിളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞു പോവും, അതുകൊണ്ട് ഒട്ടും ബാലൻസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോവുക. തിരിച്ചു പോകുമ്പോഴത്തേനും എല്ലാവരും പറഞ്ഞായിരുന്നു നല്ല മീൻ കിട്ടുന്ന മാർക്കറ്റുണ്ട്, മീൻ മാർക്കറ്റിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ. ഇതാ ആ വണ്ടി മോൺസ്റ്റർ ബൈക്ക് ആയിട്ട് എന്തോ എത്ര ബൈക്കാണെന്ന്. എല്ലാവരും കളിക്കാനുള്ള സാധനം, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഈ ഇങ്ങനെ മണലിൽ കളിക്കത്തില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇത് ഉണക്കമീൻ വിൽക്കുന്ന സ്ഥലം. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാർ ഉണക്കമീൻ മേടിച്ചു. ഞാൻ ഉണക്കമീൻ മേടിച്ചില്ല. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഉണക്കമീൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഒരു തരം വല്ലാത്ത സ്മെല്ലാണ് ഉണക്കമീൻ. അത് നമുക്കൊന്നും അങ്ങോട്ട് പിടിക്കത്തില്ല. പാനിപൂരിയുടെ അത് പിന്നെ ബീച്ച് സൈഡിലെല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കഴിക്കുന്ന ഫുഡ് സ്റ്റോളുകൾ ഇഷ്ടം പോലെ. ഇവിടെ എല്ലാം കിട്ടുന്നത് ഫിഷിൻ്റെ ഐറ്റം, പല ടൈപ്പിലുള്ള ഫിഷിൻ്റെ ഐറ്റം കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ആയിരിക്കും. ഞാനെന്തോ പറയുന്നേ, ഉണക്കമീൻ്റെ കാര്യം പറഞ്ഞതാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായി ഉണക്കമീൻ മേടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആഹാരത്തിൻ്റെ കാര്യം, നല്ല മീൻ കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരിക്കും. അതും ഇവിടെ ഈ ഏരിയയിലുള്ളവരെല്ലാം എന്തരാ കൊങ്കടി അല്ലല്ലേ, എന്തരാടാ ഇവരെ പറയുന്നത്, എന്തരാടാ ഇല്ലല്ല ഈ മീൻകാരെ പറയത്തില്ലേ,
ഫിഷ് വാല അല്ലടാ ഇവരെ ഒരു പേര് പറയുമല്ലോ. കൊങ്കണി എങ്ങനെ കണ്ടാ ഇവരെ പറയുന്നത്? മാൽവാണി മസാലയായിട്ടിട്ടാ മീൻ ഉണ്ടാക്കുന്നത്. ഇവരെന്തോന്ന് പറയും. ഇത് പാനിപൂരി. ഇത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും റോഡിന്റെ സൈഡിൽ പപ്പടം, പല ടൈപ്പിലുള്ള പപ്പടം വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാ പപ്പടം മേടിച്ചത്. പപ്പടം, പിന്നെ പലതരത്തിലുള്ള മസാലകള്, അതായത് ചിക്കൻ മസാല, അങ്ങനെയുള്ള അങ്ങനെ പല ടൈപ്പിലുള്ള മസാലകളൊക്കെ വിൽക്കാൻ വെച്ചിരുന്നു. ഞാൻ അതിൽ നിന്ന് പപ്പടം മേടിച്ചു. ഒനിയൻ, വെള്ള ഉള്ളി കിട്ടും ഇവിടെ. വെള്ള ഉള്ളിയും മേടിച്ചോണ്ട് വന്നില്ലേ? അത് ഇവിടെ നിന്നായിരുന്നു മേടിച്ചത്. നെറ്റിൽ വെള്ള ഉള്ളി മേടിച്ചു. ഉള്ളി ഉണ്ടായിരുന്നു, പോഹ ഉണ്ടായിരുന്നു, ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. പുളി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുളിയില്ലേ, അതുകൂടെ ഉണ്ടായിരുന്നു. ഇവിടെ അതിന് പറയുന്ന കൊക്കം. ആൻറ്റിമാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ പുളി ഒരുപാട് ഉപയോഗിക്കുമല്ലോ, പുളി വേണ്ടേന്ന്. ഞാൻ പറഞ്ഞില്ല, നമ്മളത് നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന്. പിന്നെ ഒരുപാട് മസാലകളുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഇതിരിപ്പുണ്ടടാ, നീ അത് കണ്ടില്ലായിരുന്നല്ല, മാങ്കോടെ എന്തരാ അതിന് പറയുന്നത്? എല്ലാം ഞാനിപ്പോൾ അങ്ങ് മറന്നുപോയി. ഞാൻ അന്നേരം അവിടെ വെച്ചിട്ട് ഇത് ആംപാപ്പടി ആംപാപ്പടി എന്നല്ലേ അതിന് പറയുന്നേ? സോംപാപ്പടി അല്ല, അത് മധുരമുള്ളല്ലേ ആംപാപ്പടി എന്ന് പറയും. ഇത് പുളിക്ക് മധുരമുള്ള പുളി. എടാ ഇതുണ്ടല്ലേ മാങ്കോടെ, അതെ നമ്മളെ അതിനകത്തിരിപ്പുണ്ട്, സജ്ജികത്തിരിപ്പുണ്ട്. നീ കണ്ടില്ല? നിനക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ശ്രീകണ്ഠല്ലടാ ആംപാപ്പടി എന്നാണ് അതിന് പറയുന്നത്. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പോഹ, നമ്മളെ നാട്ടിൽ കിട്ടുന്ന കണക്കുള്ള പോഹയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയില്ലാത്ത ഇവിടുത്തെ മസാലയുടെയൊക്കെ പേരാണ്. മസാലയാണെന്ന് അറിയാൻ മതിയല്ലോ. ഇവിടുത്തെ മീൻകാരെ എന്തുവായിരുന്നടാ പറയുന്നത്? അങ്ങനൊന്നും അല്ല പറയുന്നത്, വേറെ ഒരു ടൈപ്പിലുള്ള അങ്ങനെ പറയുമായിരുന്നു. മാൽവാണിയോ അങ്ങനെ കണ്ടാ പറയുന്നത്. അവരുടെ മസാല, മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്തിടുന്ന മസാല സൂപ്പറാ. ഞാൻ ആ മസാല ഇവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കത് അത്ര അറിയാൻ വേണ്ടി എടുത്തില്ല. ഇത് ബ്രൗൺ എന്തുവാ ഇത് നമ്മുടെ മുളക്. അന്ന് പിന്നെ ആൻറ്റി എൻ്റെ കൂടെ ചോദിക്കുന്ന കേട്ടോ, അത് ബാബുലാൽ അങ്കിളിൻ്റെ അടുത്ത് ആൻറ്റി ചോദിക്കുന്ന കേട്ടോ, അത് എന്തരാന്ന്. അത് അവർക്കറിയാൻ വയ്യ, അത് നമുക്കല്ലേ അറിയത്തുള്ളൂ. അതായത് മുളക് ഇങ്ങനെ ഉണക്കിയിട്ട് ഈ തൈരിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിനെ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അങ്ങനെയുള്ള മുളക്. പിന്നെ ഇതെല്ലാം പല ടൈപ്പിലുള്ള മസാല, അച്ചാറ്. ഇതെല്ലാം മസാലകളാണ്. തേനുണ്ടായിരുന്നു. ये है ना वड़ा पाव का चटनी है क्या? ये लहसुन चटनी, वो वड़ा पाव का चटनी है, वैसा ही लगता है। कितना है? 20 का कितना? नहीं 70 हाँ, वो भी 70 का है. ये अच्छा है क्या अम्बट? ये अच्छा है क्या? ये केरी का है। केरी ये किसका है? ये अम्बावड़ी। अम्बावड़ी ये आम का है। ये केरी का है। ये अच्छा है। वो अच्छा है. ये वाला कौन? ये पेरू का। कॅशू कितीला?
അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരാനായിട്ട് വണ്ടിയിൽ കയറിയിരിക്കുവാണ്. വണ്ടിയിൽ കയറിയിട്ടുള്ള മസ്തി ഞങ്ങൾ ലേഡീസിൻ്റെ. ഇങ്ങനെ ഇത് കയ്യിലിട്ടിട്ട് ഫോട്ടോ എടുപ്പും ഇന്ന് വേണ്ട. വീണ്ടും തുടങ്ങി ഡാൻസ്, വീണ്ടും പാട്ടും ഡാൻസും. റോക്ക് ആൻഡ് റോൾ. റോക്ക് ആൻഡ് റോൾ ആയിരുന്നു ചെയ്തത്. ഇപ്പൊ സമയം എത്രയായെന്നറിയാമോ? ഇപ്പൊ 10 മണിയായി. വെരി ഗുഡ്. ഞാൻ കുറച്ചു നേരം ഫ്രണ്ടിൽ ഇരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബാക്കിൽ പോയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സൈഡിലിരിക്കും. അങ്ങനെയായിരുന്നു ഞാൻ ഇരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇവിടെ മറാഠയുടെ അരക്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കണക്ക് ഇവിടത്തെയും മറാഠികൾക്ക് എന്തോ അവർക്ക് എന്തൊക്കെയോ അവകാശങ്ങൾ കിട്ടണമെന്നും പറഞ്ഞിട്ട് അവർക്കുള്ള അവകാശങ്ങൾ കിട്ടണമെന്നും പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിരുന്നു. എന്തരാ ജാഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലവർ സക്സസ് ആയി. ഇവർ ജാഥയൊക്കെ നയിച്ച് പോയതിൽ സക്സസ് ആയി. അങ്ങനെ അതിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുന്ന വേറൊരു ജാഥയെ പോവായത് മറാഠ ലോക് ആൾക്കാരുടെ. അപ്പോൾ നമ്മുടെ വണ്ടിയിലിരിക്കുന്നവരെല്ലാവരും മറാഠികളാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറയുമായിരുന്നു സന്തോഷം പങ്കിടാൻ, ജയ് മറാഠ ജയ് മറാഠ എന്നും പറഞ്ഞ് വിളിച്ച് കൂവിക്കൊണ്ട് വരുമായിരുന്നു. നമ്മുടെ ഇവിടെ വീട്ടിലും വന്നില്ലേ ആൾക്കാരൊക്കെ പേരും അഡ്രസ്സും എഴുതിയെടുക്കാനായിട്ടൊക്കെ അല്ലേ. അപ്പോൾ അവർ ധനുഷ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പേര് അഡ്രസ്സ് നിങ്ങളുടെ ജാതിയൊക്കെ പറയാം. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഹിന്ദു അങ്ങനത്തെ ജാതിയാന്ന് പറഞ്ഞപ്പോൾ അവർ പറയുമായിരുന്നു എന്നാൽ നിങ്ങൾ മറാഠിയാന്ന് എഴുതിക്കൊണ്ട് പോട്ടോ, അപ്പം നിങ്ങളും ഇവിടെ താമസിക്കുന്നില്ലേ, അപ്പം നിങ്ങൾക്കും ഇവിടെ അവകാശങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെ നാട്ടിലുള്ള ഒരാളുണ്ട് ഇവിടെ, ഇത് മുനിസിപ്പാലിറ്റിയിലൊക്കെ ജോലിയുള്ള, അയാളോട് വിളിച്ചു ചോദിച്ചോ, പറഞ്ഞു വേണ്ട നമ്മൾ സൗത്ത് ഇന്ത്യൻസാണ്, നമ്മുടെ ഒന്നും ഒരു ഡീറ്റെയിലും ഇവിടെ മറാഠയിലും ആർക്കും കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളൊന്നും കൊടുത്തില്ല. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ പേരൊന്നും മറാഠയിലൊന്നും എഴുതിയെടുക്കണ്ട, നമ്മൾ മറാഠികളല്ല, നമ്മൾ സൗത്ത് ഇന്ത്യൻസാണ്, നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആയിട്ട് തന്നെ ഇരുന്നോളാം, നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മറാഠിയുടെ ഒരു ഇതും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറേ ഫോഴ്സ് ചെയ്തു, ഇല്ല നിങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാമെന്ന് പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞു വേണ്ടെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോ സെഷനാണ്. നോക്കി നമ്മൾ അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസുകളാണ് ഇതിനകത്തുള്ളത്. ഇതേ നോക്കിക്കേ, ഇത് വണ്ടിയിലിരുന്നിട്ട് എടുത്ത ഫോട്ടോകൾ. ഹായ്. അപ്പോൾ ഞങ്ങളുടെ പിക്നിക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. വളരെ അടിച്ച് പൊളിച്ചൊരു പിക്നിക്കായിരുന്നു ഞങ്ങൾ ലേഡീസ് എല്ലാം കൂടെ കൂടിയിട്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ പിന്നെ വന്നപ്പോൾ 12 മണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടൊന്നും പിന്നെ ഷൂട്ടൊന്നും ചെയ്തില്ല. പിന്നെ വന്ന് ഒത്തിരി അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് തളർന്നു ക്ഷീണമായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഇന്നലെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഇന്നിപ്പം പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഇതിപ്പോൾ വൈകുന്നേരമായി. എന്നെ രാവിലെ അറിയാലോ, നമ്മൾ സ്ത്രീകൾ ഒരു ദിവസം മിസ് ചെയ്തു. ധനുഷിനെ കൊണ്ടുപോയില്ലാത്തതുകൊണ്ട് ധനുഷ് എങ്ങനെ പറയുന്നു, തീയിരിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, ഐസ്ക്രീം. അപ്പോൾ 12 മണിയായി വന്നപ്പോൾ. അറിയാമല്ലോ സ്ത്രീകൾ വീട്ടിലില്ലായിരുന്നു കഴിഞ്ഞാൽ വീട്ടിൻ്റെ സ്ഥിതി അങ്ങനൊന്നും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരുടെ വീടൊക്കെ നല്ലോണം വെച്ച് കഴിഞ്ഞു. എന്നാലും ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ഇത് വന്നായിരുന്നു. ഞാൻ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഞാൻ ചോറ് വെച്ചു, മോരുകറി വെച്ചു, പിന്നെ അപ്പത്തിനുള്ള മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, ചമ്മന്തി അരച്ചു വെച്ചു, പിന്നെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. ചപ്പാത്തിക്ക് ഇന്നലെ അല്ല മിനിങ്ങാന്ന് തന്നെ മീൻകറി മേടിച്ച് മീൻകറി വെച്ചു. അങ്ങനെ കറിയും ചോറും ഒക്കെ വെച്ചിട്ടാണ് പോയത്. എന്നാലും ഉണ്ടല്ലോ നമ്മൾ സ്ത്രീകൾ വീട്ടിലില്ലായിരുന്നു കഴിഞ്ഞാൽ ഒരു ഇതല്ലേ. ഏട്ടൻ ജോലിക്ക് പോയി, ധനുഷ് ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ധനുഷ് ഇരുന്ന് പഠിക്കുമായിരുന്നു. പഠിച്ചാൽ നല്ലതുപോലെ ഇരുന്ന്. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ട്രിപ്പ്. അടിച്ച് പൊളിച്ചൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ നേരത്തെ പോകാറുണ്ട് ഞങ്ങളിങ്ങനെ ലേഡീസ്. അപ്പോഴും പിള്ളേരെ ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ. പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ ഇങ്ങനെ നടക്കണം. അതായത് ഞങ്ങൾ വലിയൊരു മലയുടെ മുകളിലുള്ള ഒരു അമ്പലത്തിലാണ് പോയത്. ആ അമ്പലത്തിൻ്റെ മുകളിൽ വരെ ഈ പിള്ളേരെ കൊണ്ടുപോയാൽ അവർ നടക്കത്തില്ല. പിന്നെ അവരെ നമ്മൾ പിടിച്ച് കൊണ്ടുപോകണം. പിന്നെ അവർക്ക് വിശപ്പ്, ദാഹം, പിന്നെ വെയിൽ, അങ്ങനെയുള്ള
പല പ്രശ്നങ്ങളാണ് വെളിയിലോട്ടിറങ്ങി. എടാ നിന്റെ കാര്യമല്ലടാ, ചെറിയ കൊച്ചുങ്ങളും അപ്പുറത്തെ ആൻറ്റിമാർക്കൊക്കെ ചെറിയ കൊച്ചുങ്ങളും ഒക്കെ ഇല്ലേ, അവരുടെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ്. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളായതുകൊണ്ട് പിന്നെ നമുക്കൊരു പ്രോബ്ലം ഇല്ല, നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കിയാൽ മതിയായിരുന്നു. നമുക്ക് എത്ര മേളിൽ വേണമെങ്കിലും കയറായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെയുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ ലോണാവലയിൽ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ സ്ത്രീകളെല്ലാം കൂടെ കൂടിയിട്ടൊക്കെ പോകുമായിരുന്നു. ലോണാവലയ്ക്ക് വെളിയിലോട്ട് ഇത് ആദ്യമായിട്ടായിരുന്നു പോയത്. ബസ്സൊക്കെ ബുക്ക് ചെയ്താൽ പോയത്. അടിച്ച് പൊളിച്ച് ബസ്സിൽ മുഴുവൻ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു. അപ്പം മനുഷ്യന് നോക്കുന്ന നിന്നെ വിടാം, നിനക്കും വലുതാകുമ്പോൾ നിനക്കും നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇതേ കണക്ക് പോവാം കേട്ടോ. നമുക്ക് നിന്റെ എക്സാം കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.